നമസ്കാരം, ഞാൻ ഡോക്ടർ റിൻല മേരി ജോബ്സൺ. നമ്മൾ എപ്പോഴും ഹെൽത്തി എന്ന് കൺസിഡർ ചെയ്യുന്നത് ഒരാൾക്ക് അവരുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഉള്ളപ്പോഴാണ്. ഇനി അഥവാ ഒരു വെയിറ്റ് ഹൈറ്റിനേക്കാളും കൂടുതലായിട്ട് വരുവാണെങ്കിൽ നമ്മൾ അവരെ ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബേസിറ്റി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. അതുപോലെ തന്നെ വെയിറ്റ് കുറവാണെങ്കിൽ അവർക്ക് തീരെ ഹെൽത്ത് ഇല്ല എന്നാണ് നമ്മൾ പൊതുവെ കൺസിഡർ ചെയ്യാറ്. ശരിക്കും ഈ മെത്തേഡ് കറക്റ്റ് ആണോ? കാരണം നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് കോമ്പോണൻസ് വെച്ചിട്ടാണ്. അതിൽ തന്നെ ഫാറ്റ് ഉണ്ട്, വെള്ളമുണ്ട്, മസില്, ബോണ്, ഇങ്ങനെ ഒരുപാട് കോമ്പോണന്റ് വെച്ചിട്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ വെയിറ്റ് എന്ന് പറയുന്നത് ഫാറ്റ് മാത്രമല്ല, അത് വെള്ളമായിരിക്കാം, ബോണായിരിക്കാം, മസിലായിരിക്കാം. അപ്പൊ ഒരാള് ഹൈറ്റിനനുസരിച്ച് നോർമൽ വെയിറ്റ് ഉണ്ടെങ്കിലും ചിലപ്പോൾ അവരുടെ ശരീരത്തിൽ ഫാറ്റ് ആയിരിക്കാം കൂടുതലും. അതേസമയം മസിലും ബോണിന്റെയും ആ ഒരു സ്ട്രെങ്ത് കുറവായിരിക്കും, അതിന്റെ ഒരു ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും, വെള്ളവും കുറവായിരിക്കും. അപ്പൊ ഇവരെ നമുക്ക് ഹെൽത്തി എന്ന് പറയാനായിട്ട് പറ്റും? ഒരിക്കലും പറ്റും. ഇനി ചില കേസിലാണെങ്കിൽ ഹൈറ്റിന് വേണ്ട വെയിറ്റിനേക്കാളും കൂടുതലായിരിക്കും, പക്ഷെ ഫാറ്റ് സഫീഷ്യന്റും ബാക്കിയുള്ള കാര്യങ്ങളാണ് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരേനും നമുക്ക് ഹെൽത്തി എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം? അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അതാണ് ബോഡി കമ്പോസിഷൻ അനാലിസിസ്. ഇതൊരു ക്ലിനിക്കൽ ടെസ്റ്റ് ആണ്. നമ്മളൊരു മെഷീൻ യൂസ് ചെയ്ത് നമ്മുടെ ശരീരത്തിലെ എല്ലാ കമ്പോണൻസ് എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ അധികം സമയം വേണ്ടാത്തതും നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആണ് ഈ ബോഡി കമ്പോസിഷൻ അനാലിസിസ്. നമ്മുടെ ശരീരത്ത് വെള്ളത്തിന്റെ അളവ്, മസിൽ സ്ട്രെങ്ത്, ബോൺ സ്ട്രെങ്ത്, അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിക് റേറ്റ്, എത്രത്തോളം ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ട്, ഫാറ്റ് ആണോ മുന്നിൽ നിൽക്കുന്നത് അതോ ബാക്കിയുള്ള കാര്യങ്ങളാണോ മുന്നിൽ നിൽക്കുന്നത്, എത്രത്തോളം നമ്മൾ ഫാറ്റ് റെഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ മസിലിന്റെ സ്ട്രെങ്ത് കൂട്ടണം എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു അനാലിസിസിൽ കിട്ടും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് വന്ന ഒരു പേഷ്യന്റിന്റെ ഡാറ്റയാണ്. ആൾക്ക് 20 വയസ്സാണ്, മെയിൽ പേഷ്യന്റ് ആയിരുന്നു. 5.6 ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് കേട്ടോ, ഫീറ്റ് ഇഞ്ച്. അപ്പൊ ആളിനെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആണ്, അത്ര അധികം തടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, കാണുമ്പോൾ ആൾ ഓക്കെയാണ്. നമുക്ക് ഈ ടെസ്റ്റ് എടുക്കാനായിട്ട് ആകെ കൂടിയിട്ട് 2 മിനിറ്റ് സമയം മതി. നമുക്ക് വേദന ഒന്നും എടുക്കില്ല, ജസ്റ്റ് ആ ഒരു മെഷീന്റെ മുകളിൽ കയറി നിൽക്കേ വേണ്ടു. അപ്പൊ അതിൽ കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആളുടെ ബോഡി വാട്ടർ, അതായത് ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ്, പ്രോട്ടീനും വളരെ കുറവാണ്, ഫാറ്റ് സഫീഷ്യന്റ് ആയിട്ടുണ്ട്, ബോൺ മാസും കുറവാണ്. ഇതാണ് അതിന്റെ നോർമൽ വാല്യൂസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബോഡി വാട്ടർ എത്ര ഉണ്ടെന്നുള്ളതും എത്ര വേണമെന്നുള്ളതും പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അഡീഷണൽ ഡാറ്റയാണ്. അതിൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ലെയറിന് താഴെയുള്ള ആ ഒരു ഫാറ്റാണ്, അത് സഫീഷ്യന്റ് ആയിട്ട് ആൾക്കുണ്ട്. പിന്നെ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് എനർജി, അതായത് കലോറീസ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കലോറീസ് ആണ് ഈ കാണുന്നത്. ഇത് നോർമൽ വാല്യൂ ആണ്. പിന്നെ LBM, ലീൻ ബോഡി മാസ്, നമ്മുടെ ടോട്ടൽ ബോഡി വെയിറ്റ് നിന്ന് ഫാറ്റ് മൈനസ് ചെയ്തിട്ടുള്ള വെയിറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സ്കെൽട്ടൽ മസിൽ എന്ന് പറയുന്നത് നമ്മുടെ ടൈപ്പ് ഓഫ് മസിൽസ്, അതായത് ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മൂവ്മെന്റ്സിനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്, അതിന്റെ വെയിറ്റ് ആണിത്. മെറ്റബോളിക് ഏജ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് എത്രത്തോളം കലോറീസ് ബേൺ ചെയ്യാനായിട്ടുള്ള കഴിവ്, ആ ഒരു എബിലിറ്റി ആണ്. ഇപ്പൊ ആൾക്ക് 20 വയസ്സാണെങ്കിലും മെറ്റബോളിക് ഏജ് 23 കൊടുത്തിരിക്കുന്നത്. അതിനർത്ഥം ആളുടെ ശരീരത്തെ കലോറീസ് ബേൺ ചെയ്യുന്ന എബിലിറ്റി കുറവാണെന്നാണ്. ഇപ്പൊ 20 വയസ്സിന് താഴെയാണ് കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് കലോറീസ് ബേൺ ചെയ്യാനായിട്ടുള്ള കഴിവ് കൂടുതലാണ്, എബിലിറ്റി കൂടുതലാണെന്നാണ് കാണിക്കുന്നത്. പിന്നെ ഫാറ്റ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ആളുടെ BMI നോർമലാണ്, അതായത് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് തന്നെയുണ്ട്. പിന്നെ PBR, പെർസെൻറ്റേജ് ഓഫ് ബോഡി ഫാറ്റ് ആണ്, അതും നോർമൽ ആയിട്ടുണ്ട്. ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് മസിൽ ഫാറ്റ് അനാലിസിസ് ആണ്. അതിൽ വെയിറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്, ഫാറ്റ് നോർമൽ ആയിട്ടുണ്ട്. സ്കെൽട്ടൽ മസിൽ ആൾക്ക് വളരെയധികം കുറവാണ്, അതായത് ബോൺ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ഇഞ്ചുറി ഒക്കെ സംഭവിക്കാനായിട്ടുള്ള ചാൻസുകളുണ്ട്. പിന്നെ ഫാറ്റ് അനാലിസിസിന്റെ സെയിം തന്നെയാണ്, BMI നോർമലാണ്, പെർസെൻറ്റേജ് ബോഡി ഫാറ്റും നോർമലാണ്. വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗൻസിൽ ഉള്ള ആ ഒരു ഫാറ്റാണ്, അത് കുറവാണ്. ഇനി മസിൽ ബാലൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് ഇപ്പോൾ അപ്പർ ലോവർ അതിന്റെ തന്നെ മിഡിലും ഉണ്ട്, പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഭാഗത്ത്, അത് എല്ലാം സഫീഷ്യന്റ് ആയിട്ടുണ്ട് മസിൽ ബാലൻസ് എന്ന് പറയുന്നത്.
പിന്നെ ഈ ഒരു ടേബിളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ആള് എത്ര വെയിറ്റ് ഉണ്ട്, എത്രത്തോളം വെയിറ്റ് ആളിന് കൂടണം. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പേഷ്യൻ്റാണ് 8 കിലോ ഇനി കൂടാനായിട്ടുണ്ട്. ഫാറ്റ് മാസ് കൺട്രോൾ എന്ന് പറയുന്ന ഇനി കുറയ്ക്കാനായിട്ട് ഫാറ്റ് കാര്യമായിട്ടൊന്നുമില്ല. 3.7 അതായത് 1 കിലോ പോലുമില്ല, 3.7 ആണ്. മസിൽ കൺട്രോളിനാണെങ്കിലും 8.84 kg ആള് കയറ്റണം. പിന്നെ ഫിറ്റ്നസ് സ്കോർ ആണ് 72.3 അതായത് 100. നമുക്ക് ഇത്ര ഡാറ്റാസ് ഈ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പേഷ്യന്റിന് നമ്മൾ ഡയറ്റ് ആളുടെ ഈ ഒരു ടെസ്റ്റ് റിപ്പോർട്ടിന് അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് പ്രോട്ടീൻ കുറവുള്ളതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ളതും ഈ മസിൽസിന്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ആൾക്ക് കൊടുത്തിരിക്കുന്നത്. എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ മാത്രമല്ല, നമുക്ക് ആ ഒരു സ്ട്രെങ്തനിങ് ആണെങ്കിലും ഫ്ലെക്സിബിലിറ്റി ഒക്കെ നമുക്ക് ആ ഒരു എക്സസൈസിലൂടെ കിട്ടും. അപ്പോൾ ഈ ഒരു ടെസ്റ്റിന് അനുസരിച്ചാണ് നമ്മൾ ആ ഒരു പേഷ്യന്റിന് ഡയറ്റ്, എക്സസൈസുകൾ, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ബോഡി കോമ്പോസിഷൻ അനാലിസിസ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. അതിൽ വരുന്ന ടെസ്റ്റ് റിപ്പോർട്ടിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, എങ്ങനെയൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാക്കി. അപ്പൊ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഭൂരിഭാഗം പേഷ്യൻസും ചിലപ്പോൾ നോർമൽ വെയിറ്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട് വരുന്ന പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം ആയിരിക്കണം എന്നില്ല, നമ്മൾ ഒന്നും അറിയാതെ ആ ഒരു ഡയറ്റ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ഒക്കെ ചെയ്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വെയിറ്റ് റിഡക്ഷൻ മാത്രമല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരം കൂടി കിട്ടും. അപ്പൊ ഭൂരിഭാഗം നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന എല്ലാ പേഷ്യൻസിനും നമ്മളിത് പ്രിഫർ ചെയ്യാറുണ്ട്, അവർ ചെയ്യാറുമുണ്ട്. അവർ വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ആ ഒരു റിസൾട്ട് ഒക്കെ കിട്ടുമ്പോൾ പോകാറ്. അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലിനിക്കിലോട്ട് വരാം, ടെസ്റ്റ് അവൈലബിൾ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നൊരു ദിവസം വരാം. ദിസ് ഇസ് ഡോക്ടർ റിൻല മേരി ജോബ്സൺ സൈനിങ് ഓഫ്.